ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അല്ലേ, നമ്മുടെ LPUP എക്സാംസ് വരാൻ പോകുന്ന LPUP എക്സാംസ് എഴുതാനിരിക്കുന്നവർ ഒരുപാട് പേർക്ക് ആശങ്കയാണ് അല്ലേ, ആർക്കൊക്കെ എക്സാം എഴുതാൻ പറ്റും, ക്വാളിഫിക്കേഷൻസിൽ മാറ്റം ഉണ്ടോ, ഇടയ്ക്ക് നമുക്ക് മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞു, ഇടയ്ക്ക് മാറ്റങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു, ഇടയ്ക്ക് പഴയ യോഗ്യതകൾ തന്നെയാണെന്ന് മരവിപ്പിച്ചുകൊണ്ട് ഓർഡർ വന്നു. അപ്പം നിലവിൽ നമുക്ക് ഇതെല്ലാം അറിയാവുന്ന പോലെ എന്താണ് ഇതിന്റെ അവസ്ഥ, ആർക്കൊക്കെ ഇനി വരാൻ പോകുന്ന LPUPയുടെ എക്സാം എഴുതാനായിട്ട് പറ്റും, യോഗ്യതയിൽ നിലവിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നേരത്തെ എന്ത് വന്നിരുന്നു, ഈ നിയമനങ്ങളുടെ കേസിൽ വന്നിരിക്കുന്ന നമ്മുടെ സുപ്രീം കോടതി ഉത്തരവിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള സർക്കാർ ഇത് മരവിപ്പിച്ചുകൊണ്ട് ഒരു ഓർഡർ വന്നിരുന്നു അല്ലെ. അതാ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, സുപ്രീം കോടതിയിൽ പറഞ്ഞ മാറ്റങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് ഒരു ഓർഡർ വന്നിരുന്നു. അപ്പൊ നിലവിൽ അതിന്റെ സ്റ്റേറ്റസ് എന്താണ്, പുതിയതായിട്ട് അപ്ഡേറ്റ്സ് വല്ലതും വന്നോ, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യാനായിട്ട് പോവാണ്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ LPUPയുടെ വരാൻ പോകുന്ന എക്സാംസ് നമ്മൾ 2026 അവസാനം അല്ലെങ്കിൽ 27 ആദ്യത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 27 നമുക്ക് എന്ത് ചെയ്യും, അടുത്ത എക്സാം നടക്കുകയും ചെയ്യും. 28 നമുക്ക് അടുത്ത LPUPയുടെ ലിസ്റ്റും വരും. അപ്പൊ ഇനി വരാൻ പോകുന്ന LPUP എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, മറ്റ് എക്സാമുകൾ പോലെ അല്ല, LPUPക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് ആവശ്യമാണ് അല്ലേ. സോ LPUP കോഴ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള അല്ലെങ്കിൽ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ എന്തെല്ലാം ആണോ നിങ്ങൾക്ക് വേണ്ടത്, അതെല്ലാം എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മുടെ LPUPയുടെ ലോങ് ടേം ബാച്ചായ ഗുരു ബാച്ച് എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാവുന്ന പോലെ തന്നെ എത്രത്തോളം പഠിച്ചാൽ നമുക്ക് സിലബസ് മാക്സിമം നേരത്തെ കവർ ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ നേരത്തെ കവർ ചെയ്താൽ എത്ര ദിവസം നമുക്ക് റിവിഷൻ കിട്ടും, ഇതെല്ലാം നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും അല്ലേ. എസ്പെഷ്യലി ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരുപാട് സംശയങ്ങൾ കാരണം നമ്മൾ ഓരോ ദിവസം എന്തെല്ലാം ടോപ്പിക്സ് കവർ ചെയ്താൽ നമുക്ക് ഓൺ ടൈം തന്നെ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു സൈഡിൽ നമുക്ക് ജനറൽ PSC ടോപ്പിക്സ് കിടപ്പുണ്ട്, ഒരു സൈഡിൽ സൈക്കോളജി കിടപ്പുണ്ട്, ഒരു സൈഡിൽ SCRT ടെക്സ്റ്റ് ബുക്ക് കിടപ്പുണ്ട്. SCRT ഒക്കെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മറ്റ് എക്സാമ്പിൾ പോലെ അല്ല അല്ലേ. SCRT എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്വസ്റ്റിന്റെ സോഴ്സ് മാത്രമല്ല, ഒരു സെപ്പറേറ്റ് സിലബസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, LPUP എക്സാംസിന് നമ്മൾ SCRT പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. സോ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഇതിനെ ഓൺ ടൈം നമുക്ക് കവർ ചെയ്ത് നമുക്ക് റിവിഷന് ടൈം കിട്ടും. സോ ആ ഒരു രീതിയിൽ ഒരു ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം അല്ലേ. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോയാൽ നമുക്ക് ഓൺ ടൈം നമുക്ക് മാക്സിമം നേരത്തെ നമുക്ക് സിലബസ് കവർ ചെയ്തിട്ട് ബാക്കി ടൈം ഫുള്ള് നമുക്ക് PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസിന് ചെയ്യാനായിട്ട് പറ്റും. അറിയാലേ, എസ്പെഷ്യലി സൈക്കോളജി പോലുള്ള സബ്ജക്ട്സിൽ ഈ PYQs വെച്ച് റിവിഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണ്ടി വരത്തില്ല. LPUP എക്സാമിന് എന്തെല്ലാം ആണോ ആവശ്യം അതെല്ലാം റെഗുലർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ ലോങ് ടേം ബാച്ച്. സോ താല്പര്യമുള്ളവരെല്ലാം നിങ്ങൾക്ക് സ്ക്രോളിൽ നമ്പർ കാണാനായിട്ട് സാധിക്കും, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ LPUPയുടെ യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുപ്രീം കോടതി വന്നിരുന്നു അല്ലെ. കേറ്റഡ് ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ഏത് ടീച്ചിങ് റിലേറ്റഡ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾ സെറ്റ് ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിലും നെറ്റ് ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ഈ പറയുന്നത് പോലെ കേറ്ററ്റ് പാസ് ആവുക എന്നുള്ളത് നിർബന്ധമാക്കിക്കൊണ്ട് നമ്മുടെ പുതിയൊരു ഓർഡർ നമുക്ക് വന്നിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ നിലവിൽ ഈ ഒരു വർഷം വന്നപ്പോഴത്തേക്ക് ജനുവരി 1-ാം തീയതി വന്നപ്പോഴത്തേക്ക് ആ ഓർഡറിനെ മരവിപ്പിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്നിരുന്നു അല്ലെ. അതിനെ മരവിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് വന്നിരുന്നു. മറ്റൊന്നുമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെന്റ് സുപ്രീം കോടതി റിവ്യൂ ഹർജി എന്ത് ചെയ്യുന്നു, ഫയൽ ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളും എല്ലാം വരുന്നത് വരെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗവൺമെന്റ് അത് മരവിപ്പിച്ചുകൊണ്ട് ഓർഡർ വന്നിരുന്നു. പക്ഷെ അതിൽ വളരെ പുതിയ പ്രധാനപ്പെട്ട ഒരു വേർഡിക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ഓർഡർ, ലേറ്റസ്റ്റ് ഇന്നലെ വന്നിരിക്കുന്ന ഓർഡറാണ്. അപ്പോൾ ഓർഡർ മുഴുവനായിട്ട് ഞാൻ കാണിക്കില്ല, കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഓർഡറിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ യോഗ്യതയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടമായുള്ള ഓരോ കേസിലും നിലവിലെ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് അനുസരിച്ച് ഓരോ എക്സാമിനുമുള്ള യോഗ്യത എന്താണെന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കൂടുതൽ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന റിവ്യൂ ഹർജിയില്ല, മരവിപ്പിച്ചുകൊണ്ട് ഓർഡർ മാറ്റിക്കൊണ്ടാണ് നിലവിൽ വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നിലവിൽ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞ അനുസരിച്ച് അല്ലെങ്കിൽ നിലവിൽ വന്നിരിക്കുന്ന ഓർഡർ അനുസരിച്ച് LP എക്സാംസ് ക്വാളിഫൈഡ് ആകുന്നത്, അതായത് LP അല്ലെങ്കിൽ UP എക്സാംസ് എഴുതുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേറ്ററ്റ് 1 and 2 ആണ്. അതായത് കേറ്ററ്റ് 1 and 2 ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ മാത്രം ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും, LPUP എക്സാംസ് എഴുതാനായിട്ട് പറ്റൂ. അപ്പൊ LPയുടെ കേസിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം 1 or 2 എന്നുള്ള നേരത്തെ ഒരു ഓപ്ഷൻ തന്നെയാണ്, അതിനുള്ള മാറ്റങ്ങളല്ല അല്ലേ. പക്ഷെ UP വരുമ്പോഴത്തേക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം കേറ്ററ്റ് 3 അല്ലെങ്കിൽ സെറ്റ് നെറ്റുള്ള എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരും എന്ത് ചെയ്യുന്നു, UP എക്സാം എഴുതുകയും ലിസ്റ്റിൽ വരിക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിലാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ UP എക്സാംസ് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കേറ്ററ്റ് 2 ഉണ്ടാണ്. മറ്റ് സെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിലും നെറ്റ് ഉള്ളവരാണെങ്കിലും എല്ലാ പോലും ഇനി വരാൻ പോകുന്ന LPUP എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേറ്ററ്റ് 2 നിർബന്ധമായിട്ടും ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. വരാൻ പോകുന്ന UP എക്സാംസ് എഴുതുന്നവർ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു മാറ്റമാണ് അല്ലെ.
നമ്മൾ ഈ പറഞ്ഞ പോലെ LP യുടെ കേസിൽ ഇല്ലെങ്കിൽ പോലും UPക്ക് ഇപ്പോഴത്തെ ലിസ്റ്റിലാണെങ്കിൽ മറ്റ് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരുണ്ട്, സെറ്റ് വെച്ചും അല്ലെങ്കിൽ മറ്റ് എക്സാംസ് വെച്ചെല്ലാം ക്വാളിഫൈ ചെയ്തവരുണ്ട്, 3 ഉള്ളവരുണ്ട് അല്ലെ, കാറ്റഗറി 3 ഒക്കെ എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്തവരുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയൊന്നുമില്ല. ഇനി വരാൻ പോകുന്ന എക്സാമിൽ നിങ്ങൾ UP എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എന്ത് വേണം? കേറ്ററ്റ് 2 നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം. കേറ്ററ്റ് 2 നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പൊ നിലവിലെ ലിസ്റ്റ് ഉള്ളവർക്ക് ഒരു സംശയം ഉണ്ടാവും. നിലവിലെ ലിസ്റ്റിൽ ഈ പറയുന്ന പോലെ 2 ഇല്ലാതെ 3 ഒക്കെ എഴുതി ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലെ, നിലവിലെ ലിസ്റ്റിൽ അങ്ങനെ ലിസ്റ്റിൽ വന്നിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ നിയമനത്തെ അത് ബാധിക്കുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അല്ലെ. നിലവിൽ ഈ യോഗ്യതകൾ വെച്ച് അപ്പോയിന്റ്മെന്റ് ലഭിച്ച് അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്ന ഒരാൾക്ക് ഇത് പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. നിങ്ങൾക്ക് അതേ ക്വാളിഫിക്കേഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ നിയമനം ലഭിച്ചു കഴിഞ്ഞാലും അവർ സ്പെസിഫൈ ചെയ്യുന്ന വളരെ ചെറിയൊരു കാലയളവിൽ സർവീസിൽ കയറിയതിനു ശേഷം നിങ്ങളും എന്ത് ക്വാളിഫൈഡ് ആകേണ്ടി വരും? കേറ്ററ്റ് 2 എഴുതി ക്വാളിഫൈഡ് ആകേണ്ടി വരും. നിങ്ങൾക്ക് നിയമനത്തിന് പ്രശ്നം വരത്തില്ല. പക്ഷെ സർവീസിൽ കയറിയതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതിയെടുക്കേണ്ടി വരും? കേറ്ററ്റ് കാറ്റഗറി 2 എഴുതിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനി അങ്ങോട്ട് LP UP എക്സാംസിന് ക്വാളിഫൈ ചെയ്യുന്ന ഏതൊരാളും കേറ്ററ്റ് 1 and 2 ഒരു റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഇതിന് മാറ്റങ്ങൾ വന്നാലും ഇല്ലാലും കറങ്ങി തിരിഞ്ഞ് നമുക്ക് നടക്കാൻ പോകുന്നത് കേറ്ററ്റ് 1 and 2 നമുക്ക് ഇനി പോലെ കമ്പൽസറി ആവും അല്ലെ. അതുകൊണ്ട് അതിനകത്ത് ഇനി റിസ്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് നിൽക്കേണ്ട. ഉറപ്പായിട്ട് നിങ്ങൾ കേറ്ററ്റ് 1 and 2 എത്രയും വേഗം നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ HS ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ ഇനിയിപ്പോൾ HS എക്സാം ആണ് എഴുതാൻ പോകുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് വരാൻ പോകുന്നത് കേറ്ററ്റ് 3 ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ? HS നിയമനം നടക്കൂ. അതുപോലെ തന്നെ ലാംഗ്വേജ് ടീച്ചേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് കേറ്ററ്റ് 4 ഇനി എന്താണ്? കമ്പൽസറി ആക്കുകയാണ്. കേറ്ററ്റ് 4 നിങ്ങൾക്ക് എന്താണ്? കമ്പൽസറി ആക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. നമ്മൾ പ്രൈമറി സ്കൂളിലെ കേസാണ് പറയുന്നത്. അപ്പോൾ LP UPയുടെ കേസിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, LPയുടെ കേസിൽ ഓക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് 1 and 2 കാര്യം അല്ലെ. പക്ഷേ UPയുടെ കേസിൽ ഈ പറഞ്ഞാൽ കേറ്ററ്റ് 3 ഉള്ളവരൊക്കെ നിലവിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. ഇനി വരാൻ പോകുന്ന LP UP എക്സാം എഴുതുമ്പോൾ UPയിലേക്ക് നിയമനങ്ങൾ നടക്കണമെങ്കിൽ അവിടുത്തെ നിർബന്ധമായിട്ട് നിങ്ങൾ കേറ്ററ്റ് 1 and 2 ക്വാളിഫിക്കേഷൻ പാസ്സായിരിക്കണം. ഓക്കെ, നിലവിലെ ലിസ്റ്റ് ഉള്ളവരുടെ കേസാണ് ഞാൻ പറഞ്ഞത്. നിലവിലെ ലിസ്റ്റ് ഉള്ളവർക്ക് മറ്റ് യോഗ്യത വിളിച്ച് നിങ്ങൾ സർവീസിൽ പ്രവേശിച്ചവരാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിൽ ഒന്നും പ്രശ്നമില്ല. പക്ഷേ സർവീസിൽ കയറിയതിന് ശേഷം അവർ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അത് എഴുതി ക്വാളിഫൈ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. ഇതാണ് LP UP എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. 1 and 2 കൊണ്ട് നിർബന്ധമാണ്. അപ്പോൾ ഇനി ഒരു റിസ്ക് എടുക്കരുത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് പെർമനന്റ് ആയിട്ടൊരു മാറ്റമാണോ? അല്ല. ഇതിനകത്ത് ഇനി എന്തുണ്ടാകാം? മാറ്റങ്ങൾ വരാം, വീണ്ടും മരവിപ്പിക്കാം, വീണ്ടും വരാം, അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അപ്ഡേറ്റ്സ് ഉണ്ടാവുന്ന ടൈമിൽ കൃത്യമായിട്ട് നമ്മൾ ചാനൽ ത്രൂ നിങ്ങളെ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ഇല്ലെങ്കിലും ഇതിനകത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതിനകത്ത് റിസ്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ. അതായത് കേറ്ററ്റ് 1 and 2 ഏത് സമയവും പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആക്കുള്ള എല്ലാ സാഹചര്യമാണ്. അതുകൊണ്ട് ഇനി LP UP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കേറ്ററ്റ് 1 and 2 നിങ്ങൾ ക്വാളിഫൈ ചെയ്യുക, നിങ്ങൾ എഴുതിയെടുക്കുക. അതിനകത്ത് ഇനി യാതൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, കേറ്ററ്റ് 1 and 2 നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? തെറ്റല്ലേ? സോ ഈ ഒരു രീതിയിലാണ് ക്ലാസ്സസ് വരുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി ഇത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. അതുപോലെ നിലവിൽ വന്ന കേറ്ററ്റ് 1 and 2 അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും നല്ല എഫേർട്ട് എടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അത് ക്രാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ ലാസ്റ്റ് ചാൻസ് ആണ് അല്ലേ. ഇനി അടുത്ത വരാൻ പോകുന്ന LP UP എക്സാമിന് മുമ്പ് നമുക്കൊരു കേറ്ററ്റ് നടക്കാനുള്ള സാധ്യതയില്ല, വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കേറ്ററ്റ് എക്സാം 1 and 2 നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതുവരെ നിങ്ങൾ ക്വാളിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഇത്തവണ അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇനി അങ്ങോട്ടുള്ള അപ്പോയിന്റ്മെന്റിന് അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു കൺഫർമേഷൻ വേണം എന്നുണ്ടെങ്കിൽ കേറ്ററ്റ് 1 and 2 നമുക്ക് നിർബന്ധമാണ്. സോ അതിനകത്ത് ഇനി ഒരു റിസ്ക് നിങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേറ്റിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിന്റെ കൂടെ LP UPയുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ അതിന്റെ കൂടെ തന്നെ പാരലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അറിയാലോ, പുതിയ കാര്യങ്ങളല്ലോ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ LP UPയുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഗുണം ചെയ്യുള്ളൂ. അതിന്റെ കൂടെ തന്നെ LP UP പ്രിപ്പയർ ചെയ്ത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യത്തുള്ളൂ. സോ അതിനകത്ത് ഇനി ഒരു റിസ്കോ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സൈക്കോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് സൈക്കോളജിയുടെ ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും കറന്റ് അഫയേഴ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിസിൽ ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ SCRT ഞാൻ പറഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞത് മറ്റ് എക്സാമിലെ ടോപ്പിക്സ് മാത്രം പഠിച്ചുകൊണ്ട് LP UP കംപ്ലീറ്റ് ആവോ? ഇല്ല, നമ്മൾ കൃത്യമായിട്ട് സിലബസ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു സ്പെസിഫിക് ടൈമിൽ സിലബസ് എൻറ്റയർ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് റിവിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റൂ. സൈക്കോളജിയുടെ കേസിലാണെങ്കിൽ പോലും ഈ റിവിഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അല്ലെ, നമുക്ക് എപ്പോഴും സൈക്കോളജിയൊക്കെ പല പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾക്ക് ഒരു സെൽഫ് അനാലിസിസ് നടത്താനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ ആ ഒരു രീതിയിൽ LP UP എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണോ അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും എല്ലാ ക്ലാസ്സസും എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് LP UP എക്സാമിന് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ച് തന്നെയാണ്. സോ താല്പര്യമുള്ളവരെല്ലാം
എത്രയും പെട്ടെന്ന് സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻസ് ഉറപ്പുവരുത്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. എപ്പോഴും പറയാറുള്ള പോലെ LPUPയുടെ കേസിൽ ഇനി എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളത് ആവരുത് നമ്മുടെ ടാർഗറ്റ് അല്ലെ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അറിയാലോ, നിങ്ങൾ വരുന്നൊരു കാലാവസ്ഥ ഒക്കെ നമുക്കറിയാം. അപ്പൊ മാക്സിമം നമ്മൾ ജോലി നേരത്തെ കിട്ടുക അല്ലെങ്കിൽ ജോലി ഉറപ്പിക്കുക, ലിസ്റ്റിൽ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ജോലി ഉറപ്പിക്കുക എന്നുള്ളതാവണം നമ്മുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ലിസ്റ്റിൽ ഹയർ റാങ്കിലേക്ക് വരിക എന്നുള്ളത് ഇനി LPUPയെ സംബന്ധിച്ച് വളരെയധികം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. വെറുതെ റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല. സോ ഒരു ഹയർ റാങ്കിലേക്ക് എത്തുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നമുക്ക് ലോങ് ടൈം പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ടൈം കളയാനായിട്ടില്ല. ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എൻ്റെ സിലബസ് കവർ ചെയ്ത് എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ KTET 1 and 2 എല്ലാവരും മാക്സിമം എഫേർട്ട് എടുത്ത് ക്വാളിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സെറ്റാണല്ലോ. സോ കൂടുതൽ അപ്ഡേറ്റ്സോടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.